നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴ വിവാദം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന കോൺഗ്രസ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഗെയിൽ പാചകവാതക വിതരണ കേന്ദ്രത്തിൽ നിന്നും വാതക ചോർച്ചയെന്ന ആശങ്ക. പ്രതിഷേധവുമായി നാട്ടുകാർ തടിച്ചുകൂടി. പ്രശ്നപരിഹാരത്തിനായി കുന്നംകുളത്ത് അടിയന്തര യോഗം ചേർന്നു. ചൊവ്വന്നൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ UDF നടത്തിയ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിനെതിരെ ജനാധിപത്യ മതേതര വിശ്വാസികളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്ന് CPIM. നാളെ ചൊവ്വന്നൂരിൽ രാഷ്ട്രീയ പ്രചരണ ജാഥ. കുന്നംകുളം നഗരസഭയിലും കാട്ടകമ്പാൽ, ചൂണ്ടൽ പഞ്ചായത്തുകളിലും UDF അവിശുദ്ധ സഖ്യം ഉണ്ടാക്കിയെന്നും CPM. വാർത്തകൾ വിശദമായി. വോട്ട് വിവാദം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന കോൺഗ്രസ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലക്ഷങ്ങൾ കൊടുത്ത ജനാധിപത്യത്തെ അട്ടിമറിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈവശപ്പെടുത്തിയ KV നഫീസ രാജിവെക്കുക, CPMന്റെ കുതിരക്കച്ചവടത്തിനെതിരെ പ്രതിഷേധിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത്. വടക്കാഞ്ചേരി, വള്ളത്തോൾ നഗർ, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF 7, LDF 7 എന്നിങ്ങനെയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിലെ കക്ഷിനില. UDFലെ ലീഗ് സ്വതന്ത്രൻ ജാഫർ മാസ്റ്റർ LDFന് വോട്ട് ചെയ്തതോടെയാണ് പ്രസിഡന്റ് സ്ഥാനം LDFന് ലഭിച്ചത്. ഇത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് ജാഫർ മാഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ വോട്ട് കച്ചവടം നടന്നതായി ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. അതേസമയം താൻ ആരുമായും ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ലെന്നും LDFന് വോട്ട് ചെയ്തത് അബദ്ധം സംഭവിച്ചതാണെന്നും വ്യക്തമാക്കി ജാഫർ മാഷും കഴിഞ്ഞ ദിവസം രംഗത്തെത്തി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൂടെ വരണം. എന്തുകൊണ്ട് ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ വരെയില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ, അധികാരം കൈയാളാൻ കട്ടെടുത്ത കാശും കൊണ്ട് നടക്കുന്ന ഇവിടുത്തെ പിണറായി വിജയന്റെ പണിയാളുകളെ അവസാനിപ്പിക്കാനുള്ള സമരമാണ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPIM 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് താൻ തമാശയായി പറഞ്ഞതാണെന്ന മുസ്ലിം ലീഗ് സ്വതന്ത്രൻ EU ജാഫർ മാസ്റ്ററുടെ വാദം തള്ളി കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ. കൂറുമാറി CPMന് വോട്ട് ചെയ്തതോടെ തന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്ന് മനസ്സിലായെന്നും ജാഫർ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നതും പിന്നീട് മെമ്പർ സ്ഥാനം രാജിവെച്ചതും കോഴ വാങ്ങിയതിന് തെളിവാണെന്നും മുസ്തഫ പറഞ്ഞു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFും UDFും 7 സീറ്റുകൾ വീതം നേടി തുല്യതയിലെത്തിയിരുന്നു. തുടർന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്വതന്ത്രനായി വിജയിച്ച EU ജാഫർ മാസ്റ്റർ കൂറുമാറി LDFന് വോട്ട് ചെയ്തു.
ഇതിനെ തുടർന്ന് CPM-ലെ KV നഫീസ രണ്ടാം തവണയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും EU ജാഫർ മാസ്റ്റർ പങ്കെടുത്തില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനവും LDF-ന് ലഭിച്ചു. കോൺഗ്രസിൽ നിന്നും പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ താൻ അബദ്ധത്തിൽ വോട്ടുമാറി ചെയ്തതാണെന്ന് പറഞ്ഞു ബ്ലോക്ക് മെമ്പർ സ്ഥാനം രാജിവെച്ചു. ഇതിനുശേഷമാണ് ജാഫർ A. മുസ്തഫയോട് നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവന്നത്. തനിക്ക് LDF-നോടൊപ്പം നിന്നാൽ പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്നും അതുമല്ലെങ്കിൽ LDF-ന് വോട്ട് ചെയ്താൽ 50 ലക്ഷം രൂപ നൽകാമെന്നും CPIM നേതാക്കൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഈ പണം വാങ്ങി താൻ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പോവുകയാണെന്നും ജാഫർ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. ഇത് വിവാദമാവുകയും കോൺഗ്രസ് നേതൃത്വം വിജിലൻസിൽ പരാതി നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് താൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന വാദവുമായി EU ജാഫർ രംഗത്ത് വന്നത്. ജാഫർ എന്നോട് സംസാരിച്ചത് ഒരു തമാശയാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവ പറഞ്ഞ കാര്യമാണ് അവിടെ പോയിട്ട് ചെയ്യുന്നത്. ഒരു മാറ്റവും ഇല്ലാതെ നേരെ വരുന്നു, പറഞ്ഞ പോലെ വോട്ട് ചെയ്യുന്നു, പോണു. പിന്നെ രണ്ട് കാര്യം പറഞ്ഞത് 50 ലക്ഷം അതല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ്. അപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് വേറെ ആളാണ്, നഫീസയുള്ള ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അപ്പുറത്തെ ഓപ്ഷൻ എന്താ? 50 ലക്ഷം. അത് എങ്ങനെ കിട്ടിയിരിക്കണു എന്താ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത് വരും ദിവസങ്ങളിൽ അറിയും. പിന്നെ ഇവന് അബദ്ധം പറ്റി, കയ്യബദ്ധം പറ്റി എന്നൊക്കെ പറയുമ്പോൾ അന്ന് അവിടെ വെച്ച് പറയണ്ടേ? അന്ന് വോട്ട് കഴിഞ്ഞിട്ട് CPM-ന്റെ ബ്ലോക്ക് മെമ്പർക്ക് കൈ കൊടുത്ത് ഇപ്പോഴത്തെ ബ്ലോക്ക് പ്രസിഡന്റിനോട് ചിരിച്ച് സംസാരിച്ച് ആ വീഡിയോ കാണാം. അങ്ങനത്തെ പോകണ അവൻ എന്ത് തെറ്റുപറ്റണ്? പിന്നെ ഈ വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ നോമിനേഷൻ കൊടുക്കുന്ന പോലെ ഒരുപാട് പേപ്പറുകളോ കാര്യങ്ങളോ ഒപ്പുകളോ കാര്യങ്ങളോ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എന്നാൽ ജാഫർ കളവ് പറഞ്ഞ ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണെന്നും ജാഫർ CPIM-ന്റെ കുതന്ത്രത്തിൽ പെട്ടുപോയതാണെന്നും AA മുസ്തഫ പറഞ്ഞു. ധാർമ്മികതയുണ്ടെങ്കിൽ കോഴ നൽകി വാങ്ങിയ പ്രസിഡന്റ് സ്ഥാനം CPIM രാജിവെക്കണമെന്നും UDF നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും AA മുസ്തഫ അറിയിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു മാഷാണ്, ഏതെങ്കിലും സ്കൂളിൽ ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പല രീതിയിലും എന്നോട് പറഞ്ഞ കാര്യം 50 ലക്ഷം ഓഫർ എന്നാണ്. അത് ഏത് രീതിയിലും കൊടുക്കാലോ. അത്യാവശ്യം ഫണ്ടിലെ ടീമുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ യാതൊരു സംശയവും വേണ്ട, അവന് കൃത്യമായത് കിട്ടാതെ അവധി ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, തലേ ദിവസം ഞങ്ങളോടൊക്കെ തെറ്റിയിട്ട് ഞങ്ങൾക്ക് അവൻ ഇന്നത് വേണം. അപ്പം അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അവന് ഉൾപ്പെടുത്തി, അവന് വേണം. വൈസ് പ്രസിഡന്റ് ഷംല, പ്രസിഡന്റ് ഷാനവാസ് എല്ലാം ഞങ്ങൾക്ക് ഫിക്സ് ചെയ്ത കമ്മിറ്റിയിൽ വളരെ. വടക്കാഞ്ചേരി കോഴ വിവാദം അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. കോഴ വിവാദത്തിൽ വിശദമായി അന്വേഷണം നടത്തണം. ആരാണ് ഇതിന് പിന്നിലെന്നും CPM-ന്റെ MP-മാർക്കും MLA-മാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്നും കണ്ടെത്തണം. CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവിന്റെ ശബ്ദരേഖ ജാഫർ നിഷേധിച്ച കാര്യം നിയമത്തിന്റെ പരിധിയിൽ തെളിയിക്കാനാകും. മുസ്തഫയെ കുറ്റപ്പെടുത്തുന്ന LDF-കാർ ബാബുവും ജാഫറും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. വടക്കാഞ്ചേരിയിലെ കോഴ വിവാദം സംബന്ധിച്ച് CPM ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. വല്ലച്ചിറയിലും വടക്കാഞ്ചേരിയിലും മറ്റത്തൂരും LDF ചെയ്തത് ജനം കണ്ടുകഴിഞ്ഞു. BJP വോട്ട് അസാധുവായതിനെ തുടർന്ന് ഭരണം പിടിച്ച വല്ലച്ചിറയെക്കുറിച്ച് CPM ജില്ലാ സെക്രട്ടറി മിണ്ടുന്നില്ല. വല്ലച്ചിറയിൽ രാജിവെക്കാൻ CPM തയ്യാറാകുന്നില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആദ്യം പ്രതികരിച്ചതിൽ അസ്വാഭാവികതയുണ്ടെന്നും ടാജറ്റ് പറഞ്ഞു. പാർട്ടിയുമായി കൂട്ടുകൂടിയ എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെക്കേണ്ടതാണെന്ന് KPCC-യുടെ സർക്കുലറാണ്. ഞാനത് പറഞ്ഞത്, ഞാനത് പ്രവർത്തിച്ചു. ഇത് തന്നെയാണ്. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പറ്റുമോ? കോൺഗ്രസിന്റെ സ്വതന്ത്രം അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ? വോട്ട് ചെയ്തത് ആരാണ്? പിന്താങ്ങിയതും കോൺഗ്രസ് ആണ് അല്ലേ? അപ്പോൾ അവിടെ തെറ്റുപറ്റിയത് ആർക്കാ? അംഗങ്ങൾക്കാണ്. അത് റെക്ടിഫൈ ചെയ്യണം. ജനങ്ങളോട് വിളിച്ചു പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി, പാർട്ടിയോട് ഏറ്റു പറയണം. എന്നാലല്ലേ, അതല്ലേ ഒരു പാർട്ടി സംവിധാനം. അല്ല, പാർട്ടി തീരുമാനം എന്തായാലും അംഗീകരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് സ്വാഭാവികമല്ലേ. പാർട്ടിയിൽ നിങ്ങൾ ഇവിടെ ഉള്ള ഹാളിൽ വന്നാൽ അവിടെ ഒരു ക്യാപ്ഷൻ കാണാം, കൂടണയാം കോൺഗ്രസിലേക്ക്. തെറ്റുതിരുത്തി വരുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും. പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ആരെയും പാർട്ടി സ്വീകരിക്കും. അതാണ് പാർട്ടി ലൈൻ. അതുകൊണ്ടാണ് കൂടണയാം. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഗെയിൽ പാചകവാതക വിതരണ കേന്ദ്രത്തിൽ നിന്നും വാതക ചോർച്ചയെന്ന സംശയത്തിൽ ജനം തടിച്ചുകൂടി. ഇന്നലെ രാത്രിയിലാണ് സംഭവം. മേഖലയിൽ രൂക്ഷഗന്ധം പരന്നതിനെ തുടർന്ന് ആശങ്ക ഉയർന്നിരുന്നു. ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥതയും നേരിട്ടതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്.
ഫയർഫോഴ്സ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിന് ചേർന്ന് ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപമാണ് വാതക വിതരണ കേന്ദ്രം. ഇവിടെ നിന്നും വാതകത്തിന്റെ രൂക്ഷമായ ഗന്ധം പരന്നതിനാൽ പരിഭ്രാന്തരായ നാട്ടുകാർ വെള്ളിയാഴ്ച രാത്രി 8:30യോടെയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കെമിക്കലിന്റെ അളവ് കൂടിയതാണ് മണം കൂടുതലുണ്ടാകാൻ കാരണമെന്നാണ് കമ്പനി ജീവനക്കാരുടെ വിശദീകരണമെങ്കിലും നാട്ടുകാരുടെ ആശങ്കകൾ പരിഹരിക്കാൻ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ സ്ഥലത്തില്ലായിരുന്നു. പോലീസും അഗ്നിരക്ഷാസേനയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. ഇവരുടെ ആവശ്യപ്രകാരം മേഖലയിലെ വൈദ്യുതി വിതരണം KCB അധികൃതർ വിച്ഛേദിച്ചു. ആശങ്ക ഒഴിയാതിരുന്നതിനാൽ വൈദ്യുതി വിതരണം രാത്രി വൈകിയും പുനഃസ്ഥാപിച്ചില്ല. പിന്നീട് കമ്പനി അധികൃതർ എത്തി നാട്ടുകാരോട് സംസാരിച്ച് മണം പറക്കാതിരിക്കാനുള്ള നടപടികളെടുത്തു. നേരത്തെയും സമാന രീതിയിൽ വാതകത്തിന്റെ മണം പരന്ന സാഹചര്യത്തിൽ നാട്ടുകാർ ഗെയിൽ അധികൃതരുടെ ശ്രദ്ധയിൽ വിഷയം പെടുത്തിയിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പറയുന്നു. ഇത്തരം സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ ആരോഗ്യത്തിന് ഗുരുതര ഭീഷണിയായതിനാൽ വലിയ ആശങ്കയിലാണ് ഇവിടെയുള്ളവർ. ഗുരുവായൂരിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം. വട്ടേക്കാട് സ്വദേശി കോന്നേടത്ത് ഹരീഷിനാണ് മർദ്ദനമേറ്റത്. മഞ്ജുളാൽ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. തമിഴ്നാട്ടിൽ നിന്നും ശബരിമല ദർശനം കഴിഞ്ഞ് വരികയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ് മേൽപ്പാലമിറങ്ങി ഇടത്തോട്ട് തിരിയുന്നതിന് പകരം വലത്തോട്ട് തിരിയുകയായിരുന്നു. ഇടത്തോട്ട് തിരിയാൻ ഹരീഷ് നിർദ്ദേശം നൽകിയെങ്കിലും ബസ് മുന്നോട്ടെടുത്തു. ഹരീഷ് പുറകെത്തി കൈകൊണ്ട് ബസ്സിലടിച്ചു. ബസിന്റെ ഇടതുഭാഗത്തുള്ള ക്വാർട്ടർ ഗ്ലാസ് പൊട്ടി ഹരീഷിന്റെ കൈക്ക് പരിക്കേറ്റു. ഇതേ തുടർന്ന് ബസ്സിൽ നിന്നും പുറത്തിറങ്ങിയ തമിഴ്നാട് സ്വദേശികളും ബസ് ജീവനക്കാരും ഹരീഷിനെ മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ ഹരീഷിനെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ബസ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വന്നൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ UDF നടത്തിയ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിനെതിരെ ജനാധിപത്യ മതേതര വിശ്വാസികളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്ന് CPIM നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ മാത്രമല്ല കുന്നംകുളം നഗരസഭയിലും കാട്ടകമ്പാൽ ചൂണ്ടൽ പഞ്ചായത്തുകളിലും UDF അവിശുദ്ധ സഖ്യം ഉണ്ടാക്കിയിരുന്നതായും CPM ആരോപിച്ചു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 2 വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ BJP 1, 6, 11, 12 വാർഡുകളിൽ മത്സരിച്ചെങ്കിലും UDFന് വോട്ട് മറിച്ചു നൽകുകയാണുണ്ടായതെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. ഇത്തരം നീക്കങ്ങൾ നടത്തിയിട്ടും UDFന് കേവലം 5 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ 5 സീറ്റുകൾ ഉണ്ടായിരുന്ന CPIM 1 സീറ്റ് വർദ്ധിപ്പിച്ച് 6 വാർഡുകളിൽ വിജയം നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ SDPIയുടെ 2 അംഗങ്ങളെ വിലക്കെടുത്ത് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും കൂട്ടുപിടിച്ച് കോൺഗ്രസ് നടത്തിയ ഈ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യം നാടിന്റെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കുന്നതാണെന്നും കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിനെ തള്ളിപ്പറഞ്ഞ് അധികാരം കൈയാളിയ ചൊവ്വന്നൂരിലെ കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ മൌനാനുവാദത്തോടെയാണ് SDPIയുമായി കൂട്ടുചേർന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഈ അവിശുദ്ധ സഖ്യത്തിന് അധിക ദീർഘായുസ് ഉണ്ടാക്കാൻ വേണ്ടി പോണില്ല. ചൊവ്വന്നൂർ ജനത തന്നെ ഈ അവിശുദ്ധ അപകട സഖ്യത്തെ, ഈ തീവ്രവാദ ബന്ധത്തെ വലിച്ചു താഴെയിടും എന്ന കാര്യത്തിൽ സംശയം കരുതേണ്ടതില്ല. നിരവധി ആളുകൾ ഈ ഏരിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സഖ്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPMലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. നിരവധി ആളുകൾ കടന്നു വന്നു കഴിഞ്ഞു. അപ്പോ ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ ആശങ്കയ്ക്ക് വിരാമിടാൻ ആവശ്യമായ രീതിയിലുള്ള ജനങ്ങൾ പരിഭ്രാന്തരാകും. വലിയ ക്യാമ്പയിനുകൾ ഈ ഏരിയക്കകത്താകമനം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലക്ക് നിങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമുക്ക് എങ്ങനെയെല്ലാം കൂടിയിരിക്കാനും, ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കാത്തു സൂക്ഷിക്കാനും ഇത്തരത്തിലുള്ള അപകടകരമായ സഖ്യത്തെ തുറന്നു കാണിക്കാൻ മാധ്യമ സുഹൃത്തുക്കൾ തങ്ങളുടെ എല്ലാ സംവിധാനവും ഇതിനെതിരെ ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ചൊവ്വന്നൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ വലിയ കോലാഹലവും പ്രശസ്തമായ പഞ്ചായത്താണല്ലോ. പോലീസ് മർദ്ദനം എന്നെല്ലാം പറഞ്ഞിട്ട് കുന്നംകുളം മേഖലയിൽ വ്യാപകമായി UDF BJP SDPI ധാരണയാണ് ഉണ്ടായിരുന്നത്. നഗരസഭയിൽ 1, 3, 8, 26, 23 വാർഡുകളിൽ BJPയുടെയും UDFന്റെയും വോട്ടിന്റെ കണക്ക് പരിശോധിച്ചാൽ ഈ ധാരണ വ്യക്തമാകുമെന്നും കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ 2, 5, 8 വാർഡുകളിൽ UDFും BJPയും നടത്തിയ വോട്ട് കച്ചവടത്തിന്റെ കണക്കുകൾ ഗ്രാമബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളുടെ വോട്ട് പരിശോധിച്ചാൽ തെളിയുമെന്നും ഇവർ പറഞ്ഞു. ചൊവ്വന്നൂർ പഞ്ചായത്ത്
തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ വലിയ കോലാഹലവും പ്രശസ്തമായ പഞ്ചായത്താണല്ലോ, പോലീസ് മർദ്ദനം എന്നെല്ലാം പറഞ്ഞിട്ട്. ആ പോലീസ് മർദ്ദനത്തിന്റെ കഥ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക്, ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് വരുന്നില്ല. അത് വെച്ചുകൊണ്ടാണല്ലോ ആ സ്ഥാനാർത്ഥി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പറഞ്ഞത്. തന്നെ കുമ്പിട്ട് നിർത്തി പോലീസ് കൈമുട്ട് മടക്കി ഇടിക്കുന്ന ഫോട്ടോ കളറിൽ അച്ചടിച്ചുകൊണ്ട് ഇതാകമാനം കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് രാജ് ആണെന്നും ഇതിനെതിരെയായിട്ട് എനിക്ക് വോട്ട് നൽകേണ്ടത് എന്നുമാണല്ലോ പറഞ്ഞത്. കടവല്ലൂർ പഞ്ചായത്തിലെ പെരുമ്പിലാവ് വാർഡിൽ വെൽഫെയർ പാർട്ടിക്ക് വോട്ട് മറിച്ച് നൽകിയ കോൺഗ്രസ് 4ാം സ്ഥാനത്തായി. ഇതിൽ പ്രതിഷേധിച്ച് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കമറുദ്ദീൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPIM-ൽ ചേർന്നു. ചൂണ്ടൽ പഞ്ചായത്തിൽ 2, 3, 12, 15, 19 വാർഡുകളിലും BJP UDF-ന് വോട്ടുകൾ മറിച്ച് നൽകിയത് കണക്കിൽ വ്യക്തമാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജീർണത ജനസമക്ഷം അവതരിപ്പിക്കാൻ ചൊവ്വന്നൂരിൽ രാഷ്ട്രീയ പ്രചരണ ജാഥ സംഘടിപ്പിക്കും. ഞായറാഴ്ച രാവിലെ 9:30 കല്ലഴിക്കുന്ന് സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് കാണിപ്പയ്യൂർ മാന്തോപ്പിൽ നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA-യും ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ M. ബാലാജി, K. കൊച്ചനിയൻ, MN സത്യൻ, PM സുരേഷ്, KK സതീശൻ, MP പ്രശാന്തൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് SDPI ഫാസിസ്റ്റ് കൂട്ടുകെട്ടിനെതിരെ CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. കോൺഗ്രസിന്റെ വർഗീയ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 15ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന K. കമറുദ്ദീൻ ജാഗ്രതാ സദസ്സിൽ CPIM പതാക ഏറ്റുവാങ്ങി. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന സദസ്സ് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, MB പ്രവീൺ, PG ജയപ്രകാശ്, MV പ്രശാന്ത്, PM സുരേഷ്, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി കരിയന്നൂർ സെന്ററിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാൽനട യാത്രക്കാരനെ ഓട്ടോറിക്ഷ ഇടിച്ച് മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. കാൽനട യാത്രക്കാരനായ കരിയന്നൂർ മേലേപ്പുരയ്ക്കൽ വീട്ടിൽ കുട്ടൻ, ഓട്ടോ ഡ്രൈവർ പാറയമ്പാടം മേഞ്ചേരി വീട്ടിൽ ചാക്കോ, ഓട്ടോ യാത്രക്കാരനായ ചൊവ്വന്നൂർ ചെറുവത്തൂർ വീട്ടിൽ ജെയ്സൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 3 പേരെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ക്രിസ്മസ് അവധിക്കാലം ചിത്രങ്ങൾ വരച്ച താരമായി ഒരു കുട്ടി കലാകാരൻ. കുന്നംകുളം ചെറുകുന്ന് മാളിയയ്ക്കൽ ജോജോ ടെൻസി ദമ്പതികളുടെ മകൻ 7 വയസ്സുകാരൻ ജോൺ ദയാലാണ് ഒഴിവുവേളകൾ ചിത്രരചനയിൽ മുഴുകുന്നത്. കയ്യിലൊരു പേപ്പറും പെൻസിലും കിട്ടിയാൽ കുട്ടി ദയാൽ ഹാപ്പിയാണ്. മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങൾ ഓരോന്നായി പേപ്പറിലേക്ക് പകർത്തും. കാർട്ടൂൺ ചിത്രങ്ങളാണ് ദയാലിന് കൂടുതൽ താല്പര്യം. വെറുതെ വരയ്ക്കുക മാത്രമല്ല, വരച്ച എല്ലാ കഥാപാത്രങ്ങളുടെ പേരുകളും ദയാലിന് കാണാപാഠമാണ്. കൺമുന്നിൽ കാണുന്ന ഓരോന്നും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ദയാൽ അത് മനഃപ്പാഠമാക്കി പിന്നീട് പേപ്പറിലേക്ക് പകർത്തും. കുഞ്ഞുനാളിൽ തന്നെ പേപ്പറിൽ കുത്തിക്കുറിക്കുന്ന ദയാലിന്റെ കഴിവ് മനസ്സിലാക്കി വീട്ടുകാർ പ്രോത്സാഹനം നൽകിയതോടെ ദയാലും തന്റെ കലാവിരുത് സ്വയം തേച്ചുമിനുക്കി. അങ്ങനെ ക്രിസ്തുമസ് വെക്കേഷൻ മുഴുവൻ കാർട്ടൂൺ കഥാപാത്രങ്ങൾ കൊണ്ട് ദയാലിന്റെ ചിത്രം വര പുസ്തകങ്ങൾ നിറഞ്ഞു. കക്കാശി, ഒബീറ്റോ, റോക്ലി, കാബൂട്ടോ, സുനാഡെ, ടോബിറാമ, മിനാട്ടോ, ഹാരി പോട്ടർ, അവതാർ തുടങ്ങി നിരവധി കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ദയാലിന്റെ പെൻസിൽ മുനയിൽ നിന്നും പിറവികൊണ്ടത്. ചിത്രം വര പഠിക്കാതെ തന്നെ തന്റെ സ്വതസിദ്ധമായ കരവിരുതിൽ വരയ്ക്കാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞതോടെ ശാസ്ത്രീയമായി തന്നെ ചിത്രം വര പഠിപ്പിക്കണമെന്ന ആഗ്രഹത്തിലാണ് പിതാവ് ജോജോ. ഓന് കൂടുതലും കാർട്ടൂൺ കഥാപാത്രങ്ങൾ വരയ്ക്കാൻ ഇഷ്ടമല്ലേ? അതെ. എങ്ങനെയപ്പോ കാർട്ടൂൺ എല്ലാ കാർട്ടൂൺ ഇരുന്ന് കാണോ? എല്ലാ കാർട്ടൂണല്ല, പ്രത്യേകിച്ച് 10 മണി ആയിരുന്നാണ് റൂട്ട. അതൊക്കെ ഏത് സമയത്തുള്ളത്? 10 മണി. 10 മണിക്ക്. ഇംഗ്ലീഷ് കാർട്ടൂണുകളാണോ കാണുന്നത്? മലയാളം കാണുന്നുണ്ട്. ഏതൊക്കെ കാർട്ടൂൺ ഇപ്പോൾ വരച്ചത്?
നെറൂട്ടോത്തെ പിന്നെ നെറൂട്ടോത്തെയും പിന്നെ വൺ പീസ് അങ്ങനെ പിന്നെ ഏതൊക്കെ വരയ്ക്കാൻ ഇഷ്ടം? അവതാർ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ, എന്ത് തോന്നിയത് വരച്ചപ്പോൾ? അത് നല്ല പ്രയാസം ഉണ്ടായിരുന്നു വരയ്ക്കാൻ. ഇനിയിപ്പോ വരയ്ക്കാൻ കൂടുതൽ ആഗ്രഹമുള്ളത് ഏത് കഥാപാത്ര? നെറൂട്ടോ. പാട്ട് പാടുവോ? ഒരു ചെറിയൊരു കുഞ്ഞൊരു പാട്ടായാലോ? ചെറുത് അങ്ങനെ പാടൂല, എന്നാലും ചെറുതായിട്ട്. ഓക്കെ. കടലമ്മ കരങ്ങല പെറ്റത്, കണ്ണീരെല്ലാം അവളല്ല കണ്ടത്, കരയല കടലല്ല കണ്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ രാരി രാരിരേ രാരി രാരിരേ രാരി രാരിരേ രാരി രാരി രാരിരേ ഒരുത്തി 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 കള്ളിക്കടൽ മുള്ളു ചെടി പോലെ ഒരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചു കല്ല് വീണ് പോലെ ഒരുത്തി ഒരുത്തി. ദയാലിന്റെ മാതാവ് ടെൻസി വിദേശത്ത് നഴ്സാണ്. അങ്കമാലി മഞ്ഞപ്ര ജ്യോതിസ് സെൻട്രൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദയാൽ ജോൺ. വെക്കേഷൻ സമയത്ത് പിതാവിനൊപ്പം ചിലവഴിക്കാൻ കുന്നംകുളത്തെ വീട്ടിലെത്തിയ ദയാലിന് അപ്പനും അമ്മച്ചിയും ഒപ്പം വല്ലിപ്പയും വല്യമ്മയും തികഞ്ഞ പ്രോത്സാഹനമാണ് നൽകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി PA പ്രദീപാണ് ആനയെ നടയിരുത്തിയത്. ദേവസ്വം കൊമ്പൻ ബൽറാമിനെയാണ് നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിൽ അടച്ചു. രാവിലെ ശീവേലിക്ക് ശേഷം നടന്ന ചടങ്ങിന് മേൽശാന്തി മൂത്തിയേടത്തുമന സുധാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ എന്നിവർ സന്നിഹിതരായിരുന്നു. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞ 12 ദിവസമായി നടന്നുവന്നിരുന്ന തിരുവാതിര മഹോത്സവത്തിന് സമാപനമായി. ശ്രീ പാർവതിക്ക് പട്ടും താലിയും സമർപ്പിക്കാൻ സ്ത്രീകളുടെ വൻ തിരക്കാണ് ദൃശ്യമായത്. മഹാദേവന്റെ ജന്മനക്ഷത്രമായ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. സർവാഭരണ വിഭൂഷിതയായ ശ്രീപാർവതി ദേവിയെ ദർശിച്ചു തൊഴാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുവാതിരയുടെ ഭാഗമായി വിശേഷാൽ പൂജകളും അഭിഷേകങ്ങൾ, 108 ഇളനീർ അഭിഷേകം എന്നീ ചടങ്ങുകൾ ക്ഷേത്രത്തിനകത്ത് നടന്നു. ശ്രീ പാർവതി ദേവിക്ക് പട്ടും താലിയും ചാർത്താനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. മലർപ്പറ സമർപ്പണം, തൃശൂല സമർപ്പണം എന്നിവയുമുണ്ടായി. ചലച്ചിത്ര താരവും നർത്തകിയുമായ ദിവ്യ ഉണ്ണി രാവിലെ ക്ഷേത്ര ദർശനം നടത്തി പട്ടും താലിയും സമർപ്പിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ചൊവ്വലൂർ മഹാദേവൻ്റെയും ദേവിയുടെയും അടുത്ത് വന്ന് പട്ടും താലിയും സമർപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ന് ഈ ഒരു സമയത്ത് ഇവിടെ നാട്ടിൽ ഉണ്ടാവാനും പിന്നെ ഇവിടെ വന്ന് ഇന്ന് തൊഴുവാനും, ഇങ്ങനെ ഒരു ശുഭദിനത്തിൽ തന്നെ തൊഴാനും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പഴയ ഓർമ്മകളുണ്ട്. ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി സാറ് ഉള്ളപ്പോൾ തൊട്ട് ഉള്ള ഒരു ബന്ധമാണ് ഈ ക്ഷേത്രമായിട്ട്. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ തിരിച്ചു വന്നു. ചെറുപ്പത്തിലെ തൊട്ട് തിരുവാതിര ആഘോഷിക്കുന്നതും തിരുവരായണക്കുളത്താണെങ്കിലും ചൊവ്വലൂര് ഇവിടുത്തെ അമ്പലത്തിലാണെങ്കിലും ഒക്കെ അങ്ങനത്തെ ധാരാളം ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു. സന്തോഷം, എല്ലാ ഈശ്വരാനുഗ്രഹം. താങ്ക് യു. കാവീട് കാർത്തിയാനി ക്ഷേത്ര സമിതിയുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണവുമുണ്ടായി. വൈകിട്ട് വിവിധ തിരുവാതിരക്കളി സംഘങ്ങളുടെ കൈക്കൊട്ടിക്കളിയും നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ശ്രീ പാർവതീദേവിയുടെ നടയിൽ ശ്രീജ ഉണ്ണികൃഷ്ണന്റെ ബ്രാഹ്മണിപ്പാട്ട്, ചൂണ്ടൽ സുധർമ്മനും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ടും ഉണ്ടായി. ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ഭക്തർക്കും വിഭവസമൃദ്ധമായ അന്നദാനവും ഉണ്ടായിരുന്നു. രാത്രി 9 മണിയോടെ നാദസ്വരം, ഭജന എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി പട്ടും താലിയും സമർപ്പിക്കുന്നതോടെ തിരുവാതിര ആഘോഷങ്ങൾക്ക് സമാപനമാകും. ക്ഷേത്രത്തിൽ നടന്ന പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഭാരവാഹികളായ NK ബാലകൃഷ്ണൻ, C ഹരിദാസൻ എന്നിവരടങ്ങുന്ന ക്ഷേത്ര കമ്മിറ്റി നേതൃത്വം നൽകി. കൂടൽമാണിക്യം ദേവസ്വം കീഴടമായ ആളൂർ പൊന്മല ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിൽ പാതിരാ പൂച്ചൂടൽ ചടങ്ങ് നടന്നു. വൈകിട്ട് 7-ന് കിഴക്കാളൂർ, ആളൂർ കാവലമ്മ, വെട്ടുകാട് ആർദ്രം, ആളൂർ ശിവഭദ്ര എന്നീ ടീമുകളുടെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിൽ തിരുവാതിരക്കളി അരങ്ങേറി. ശനിയാഴ്ച പുലർച്ചെ നട തുറക്കലിന് ശേഷം വിശേഷാൽ പൂജകളും അഭിഷേകങ്ങളും നടന്നു. തിരുവാതിര പ്രമാണിച്ച് ക്ഷേത്രത്തിൽ ശ്രീപാർവതി ദേവിക്കായി പ്രത്യേകമായ പൂജകൾ നടന്നു. 1000 കുടം ജലധാര, ചെറുപവമാന, ഭസ്മാഭിഷേകം തുടങ്ങിയ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രം ശാന്തി പൂക്കോട് പ്രസാദ് നമ്പൂതിരി, കോതമംഗലത്തുമന വാസുദേവൻ നമ്പൂതിരി, കാരക്കാട് സുധി നമ്പൂതിരി, വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തിരുവാതിരയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ മാസ്റ്റർ, MK ഹരിദാസ്, വസന്തൻ എന്നിവർ
അപ്പു ആളൂർ തുടങ്ങിയവർ തിരുവാതിര ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. സഹകരണ പ്രസ്ഥാനം കേരളത്തിന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് AC മൊയ്തീൻ MLA. 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ കുന്നംകുളം താലൂക്ക് തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെയർ ഹോം മുതൽ നവകേരള നിർമ്മിതി വരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ സഹകരണ പ്രസ്ഥാനം വലിയ മുന്നേറ്റമാണ് നടത്തുന്നതെന്നും MLA പറഞ്ഞു. നമ്മുടെ നാടിന്റെ വികസനത്തിന് ഉപയുക്തമാക്കാൻ കഴിയുന്ന പുതിയ ഐഡിയാസ് സഹകരണ മേഖല അതിന് നിയമം വഴി അവസരം തന്നിട്ടുണ്ട്, മറ്റു കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അത് പ്രയോജനപ്പെടുത്തി ഇനി എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം കൂടി. കേരളത്തിലെ സഹകരണ മേഖല വ്യത്യസ്തമാണെന്നേ ആര് ഭരിച്ചാലും. അപ്പം ആ മാറ്റം നമുക്കുണ്ടാകണം. ഉദ്യോഗസ്ഥന്മാരും അതിനനുസരിച്ച് മാറേണ്ടി വരും. ഉദ്യോഗസ്ഥന്മാർ ജോലി കിട്ടി അധികം ജോലിഭാരമുണ്ടാവരുത്, ഇൻക്രിമെൻറ്റും ശമ്പളവും മാത്രം വിചാരിച്ച നിങ്ങളുടെ ശമ്പളം തരുന്നൊരു വകുപ്പില്ലാതെയായി പിന്നെ നിങ്ങൾ എവിടെ പോയി ശമ്പളം ചോദിക്കും? അപ്പം നിലനിൽപ്പിൻ്റെ പ്രശ്നത്തിനെക്കുറിച്ച് ഗൗരവപൂർവ്വം കാണാനും ഇവരുടെ കാര്യങ്ങൾ പരിശോധിക്കാനും നിങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ആ രീതിയിൽ ഇടപെടാനും ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ നിഷേധാത്മകമായ നിലപാട് തുടരാനും സംഘം ജീവനക്കാരും മറ്റ് ജീവനക്കാരും ആ തിരുത്തലുകൾക്ക് വിധേയമായല്ലാതെ പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ നമുക്ക് നേരിടാനാവില്ല. ചൊവ്വന്നൂർ അല്ലമീൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ NK പ്രമോദ് കുമാർ അധ്യക്ഷനായി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ്, തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ US കൃഷ്ണൻകുട്ടി, MK മോഹനൻ, ശശി പൂവത്ത്, യേശുദാസ് PP, സിന്ധു സുബ്രഹ്മണ്യൻ, MK സുകുമാരൻ, A രാജു, CV സുനിൽകുമാർ, KJ ബിജു, KJ ജോഷി, അസിസ്റ്റന്റ് ഡയറക്ടർ ജോജി പോൾ, ചൊവ്വന്നൂർ പഞ്ചായത്ത് അംഗം ഷീജ അനിൽ, വിവിധ സഹകരണ സംഘം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിന് തലപ്പിള്ളി CCU അസിസ്റ്റന്റ് രജിസ്ട്രാർ KK ഷാബു സ്വാഗതവും കുന്നംകുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ SN ആരാധന നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നടന്ന സെമിനാറിൽ ദേശീയ സഹകരണ നിയമവും സഹകരണ മേഖലയുടെ ആവാസ വ്യവസ്ഥയും എന്ന വിഷയത്തിൽ റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ K ഹരി പ്രബന്ധാവതരണം നടത്തി. നേരത്തെ തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ NK പ്രമോദ് കുമാർ പതാക ഉയർത്തി. വാരാഘോഷത്തോടനുബന്ധിച്ച് നടന്ന പ്രസംഗ പ്രബന്ധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ചടങ്ങിൽ MLA നിർവഹിച്ചു. നിക്ഷേപ സമാഹരണത്തിൽ മികച്ച നേട്ടം കൈവരിച്ച സംഘങ്ങളെയും പ്രവർത്തന മികവ് പുലർത്തുന്നവരെയും 100 വർഷം പൂർത്തീകരിച്ച സഹകരണ സംഘങ്ങളെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെയും ആദരിച്ചു. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഗൃഹനാഥനെ വീടുകയറി ആക്രമിക്കുകയും വീടിന്റെ ജനൽച്ചില് അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതി പിടിയിൽ. ചെറുവത്താണി സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ ബോണിയെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുവത്താണി ആര്യമ്പാടം സ്വദേശി 47 വയസ്സുള്ള സത്യദേവനെയാണ് ഇയാൾ ആക്രമിച്ചത്. പ്രതിയുടെ സുഹൃത്തും സത്യദേവന്റെ അയൽവാസിയുമായ യുവാവ് വെള്ളത്തിന്റെ ചാൽ അടച്ചതിനെതിരെ സത്യദേവൻ വില്ലേജ് ഓഫീസിലും നഗരസഭയിലും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ഇരുമ്പുവടിയുമായി വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ചതെന്ന് പറയുന്നു. വൈദ്യപരിശോധനയ്ക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാട്ടകമ്പാൽ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഷൈബി ഡൈസൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വത്സ കൊച്ചു അധ്യക്ഷയായി. സെക്രട്ടറി അജിത യൂണിറ്റ് റിപ്പോർട്ടും ട്രഷറർ റംഷീന വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പുതിയ സെക്രട്ടറിയായി ഷീല പോൾസനെ തെരഞ്ഞെടുത്തു. ഏരിയ സെക്രട്ടറി സജിത, പ്രസിഡന്റ് ലതാ ബാബു, കമ്മിറ്റി അംഗം K കൗസല്യ, വിനീത എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി NV സതി സ്വാഗതവും സജിനി നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി ഫൊറോന ദേവാലയത്തിൽ പുതുതായി നിർമ്മിച്ച അടിപ്പള്ളി എന്നറിയപ്പെടുന്ന തിരുഹൃദയ ചാപ്പലിന്റെ കൂദാശയും കാരുണ്യഭവനം വെഞ്ചിരിപ്പും പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷവും നടന്നു. പുതിയതായി നിർമ്മിക്കുന്ന എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയുടെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന തിരുഹൃദയ ചാപ്പലിന്റെ കൂദാശ കർമ്മവും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ കാരുണ്യഭവനത്തിന്റെ വെഞ്ചിരിപ്പും വികാരി ഫാദർ ജോഷി അളൂർ, ഇടവകാംഗം ഫാദർ ജിജോ മുരിങ്ങത്തേരി, മുൻ കൊച്ചച്ചന്മാരായ ഫാദർ ലിജോ ചിറ്റ്ലപ്പള്ളി, ഫാദർ ഡൊമിനിക് ചാഴൂർ എന്നിവരുടെ പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷവും നടന്നു. അടിപള്ളി കൂദാശാകർമ്മ കാർമ്മികത്വവും കാരുണ്യഭവന വെഞ്ചിരിപ്പും ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളന ഉദ്ഘാടനവും തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്തയും അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റുമായ മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. പൊതുസമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ഷോജോ മോൻ മഞ്ഞാടിക്കൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ, തിരുഹൃദയമഠം മദർ സിസ്റ്റർ വിനീത മാത്യു SH, നടത്തുകൈക്കാരൻ KA ബേബി,
വാർഡ് മെമ്പർ ഷാജി വർഗീസ്, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ സിൻഡോ KT, സംഘടന ഏകോപന സമിതി കൺവീനർ MV തോമസ്, വിശ്വാസ പരിശീലനം ഹെഡ്മാസ്റ്റർ ML ആൻഡോ, നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ KC ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. ഫാദർ ജോഷി ആളൂർ, ഫാദർ ജിജോ മുരിങ്ങത്തേരി, ഫാദർ ലിജോ ചിറ്റിലപ്പിള്ളി, ഫാദർ ഡൊമിനിക് ചാഴൂർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ സുവിശേഷ യോഗം കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ ജനുവരി 4 നടക്കും. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജിജി K ജോസഫ് സുവിശേഷ സന്ദേശം നൽകും. ഇനി മുതൽ എല്ലാ ഒന്നാം ഞായറാഴ്ചയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയാണ് പ്രതിമാസ സുവിശേഷം നടക്കുന്നതെന്നും വാഹന സൗകര്യം ഉണ്ടായിരിക്കുമെന്നും കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. രാജ്യത്തിന്റെ പ്രതിരോധ സേനയിലേക്ക് യുവതലമുറയെ നയിക്കുന്ന എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാർസ് വിദ്യാഭ്യാസ സംരംഭത്തിന്റെ നേതൃത്വത്തിൽ 3 ദിവസത്തെ സൗജന്യ ഓഫ്ലൈൻ പരിശീലനം സംഘടിപ്പിച്ചു. കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. ചടങ്ങിൽ മാധ്യമപ്രവർത്തന രംഗത്ത് 25 വർഷം പൂർത്തീകരിച്ച എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുമായ AM റഷീദ്, പൌരോഹിത്യത്തിൽ 25 വർഷം പൂർത്തീകരിച്ച ഫാദർ ജോഷി ആളൂർ എന്നിവരെ ആദരിച്ചു. എരുമപ്പെട്ടി ആക്സ് ഡ്രൈവർ ഷെഫീഖിന് ചടങ്ങിൽ ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. റീച്ച് ഫോർ ദി സ്റ്റാർ സ്ഥാപകനും കാർഗിൽ യുദ്ധ പങ്കാളിയും സാമൂഹിക പ്രവർത്തകനുമായ മേജർ KP ജോസഫ്, പഞ്ചായത്ത് മെമ്പർ രാജി സോമൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം KM അഷ്റഫ്, ആക്ട്സ് ജില്ലാ കമ്മിറ്റി അംഗം KA ഫരീദ് അലി, കേണൽ റജീന എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ ജോലിയിൽ പ്രവേശിച്ച് റീച്ച് ഫോർ ദ സ്റ്റാർസ് അംഗങ്ങളായ സാന്ദ്ര, അനൂഷ്, ദേശീയ ഫെൻസിംഗ് സിൽവർ മെഡലിസ്റ്റ് മെർലിൻ എന്നിവർക്ക് സ്വീകരണം നൽകി. ഗസ്റ്റ് മെന്റർമാരായ മാനശ്രീ, പ്രവീണ, ശ്രീ മഹാദേവൻ, മേഘ രഞ്ജിനി, പ്രവീണ, യുവപ്രതിഭ മീനാക്ഷി, കോർഡിനേറ്റർമാരായ അഭയ് ഫ്രാൻസിസ്, മന്യ, ആതിര, ആൽജോ, ലയ, ഗൗരി ലക്ഷ്മി, പ്രവീണ എന്നിവർ പങ്കെടുത്തു. NDA, CDS, AFCAT, MNS, OTA തുടങ്ങിയ ദേശീയ തലത്തിലുള്ള പ്രതിരോധ പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന 60 വിദ്യാർത്ഥികളാണ് പ്രത്യേക പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തത്. കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ, ഓഫ്ലൈൻ രീതികളിലൂടെ മാർഗനിർദ്ദേശവും പരീക്ഷാ പരിശീലനവും നൽകി വരുന്നുണ്ട്. എഴുത്തുപരീക്ഷാ പരിശീലനം, വ്യക്തിത്വ വികസനം, നേതൃഗുണങ്ങൾ, ആശയവിനിമയ കഴിവുകൾ, ഇന്റർവ്യൂ തയ്യാറെടുപ്പ് തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി പരിചയസമ്പന്നരായ മുൻ സൈനിക ഉദ്യോഗസ്ഥരും വിഷയവിദഗ്ധരുമാണ് വിവിധ സെഷനുകൾ നയിച്ചത്. എല്ലാ പരിശീലനങ്ങളും പൂർണ്ണമായും സൗജന്യമായിരുന്നു. കുറേ വർഷത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി 6000-ഓളം പേർ പരിശീലനം ലഭ്യമായി പോയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പോഴും നിരവധി സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നു. വലിയ കേരളത്തിൽ ഇന്നുവരെ ഇല്ലാത്ത ഒരു പുതിയ സംരംഭം ഇങ്ങനെ തുടങ്ങിയ മിസ്റ്റർ മേജർ ജോസഫിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ പരിശീലന പരിപാടി കൊണ്ട് നല്ല വിജയമുണ്ടാകട്ടെ, നാടിന് ഗുണമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗുരുവായൂർ ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. തിരുവാതിര മണ്ഡപത്തിൽ ദീപ പ്രോജ്വലനം, സന്ധ്യാവന്ദനം, ഉമാമഹേശ്വര പൂജ, സാംസ്കാരിക സദസ്സ്, ആദരിക്കൽ ചടങ്ങ്, അക്ഷരശ്ലോക സദസ്സ്, തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി. തുടർന്ന് ഊഞ്ഞാലാട്ടം, തിരുവാതിരപ്പാട്ട് മത്സരം, സംഘനൃത്തം, വറുത്തുപ്പേരി, കൂവപ്പായസം, പുഴുക്ക്, പഴം, ഉപ്പുമാവ് എന്നീ തിരുവാതിര വിഭവങ്ങളടങ്ങിയ അത്താഴവിരുന്ന്, ദശപുഷ്പം ചൂടൽ, മുക്കുറ്റിച്ചാന്ത് ചാർത്തൽ, പാതിരാപ്പൂ ചൂടൽ, തളിർവെറ്റില മുറുക്കൽ, നാമസങ്കീർത്തനങ്ങൾ എന്നീ വിവിധ ആചാര അനുഷ്ഠാന പരിപാടികൾ നടന്നു. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ ബാലചന്ദ്രൻ ചീരയടത്ത്, കണ്ണൻ അയ്യപ്പത്ത്, അഡ്വക്കേറ്റ് മുള്ളത്ത് വേണുഗോപാൽ, P ഹരീഷ്, മാതൃസമിതി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം ഇടവക വികാരി ബെഞ്ചമിൻ OIC കേക്ക് മുറിച്ച് കുഞ്ഞുങ്ങൾക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷാജി വർഗീസ്, ഇടവക കൈസ്ഥാനി ബിജു PB, സെക്രട്ടറി MM ഗിരീഷ്, യുവജന പ്രസ്ഥാനം സെക്രട്ടറി ഹനോക്, ലിസി, പ്രിൻജിത്ത് എന്നിവർ സംസാരിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായ ഈവിന് റീനു പീറോയ് നേതൃത്വം നൽകി. ഇടവകാംഗങ്ങളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. സൺഡേ സ്കൂൾ കുട്ടികൾക്കുള്ള സമ്മാനദാനവും വിവിധ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ ആദരിക്കലും നടന്നു. കൂടാതെ ദേവാലയത്തിന്റെ ഓഡിറ്റോറിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി.
NSS ക്യാമ്പിനോടനുബന്ധിച്ച് ചാലിശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ NSS ക്യാമ്പിന് വേദിയായ പെരുമണ്ണൂർ GLP സ്കൂളിൽ തേൻകനി പദ്ധതിയുടെ ഭാഗമായി ഫലവൃക്ഷത്തോട്ടം നിർമ്മിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂറിന്റെ ആശയത്തിലാണ് ഫലവൃക്ഷത്തൈ നട്ടത്. ശാസ്ത്രീയമായി കുഴിയെടുത്ത് വളപ്രയോഗം നടത്തിയാണ് തൈകൾ നട്ടത്. കേവലം 2 വർഷങ്ങൾ കൊണ്ട് കായ്ക്കുന്ന മരം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകണമെന്ന ആശയത്തിലാണ് തേൻകനി പദ്ധതി നടപ്പാക്കിയത്. പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂറിന്റെയും അധ്യാപകരായ മുകേഷ് VK, അബ്ദുൽ ലത്തീഫ് PV, ഹംസ CN, NSS പ്രോഗ്രാം ഓഫീസർ K തസ്നി, ലീഡർമാരായ ആര്യനന്ദ്, ശ്രേയ കൃഷ്ണ എന്നിവരുടെ പിന്തുണയും മേൽനോട്ടവും ഉണ്ട്. എരുമപ്പെട്ടി കോട്ടപ്പുറം മണ്ണുതൃക്കോവ് ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. ഇന്നലെ വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം പാതിര പൂച്ചൂടൽ, എട്ടങ്ങാടി നിവേദ്യം, ആർദ്ര ജാഗരണം, ശിവ സഹസ്രനാമ പാരായണം, തിരുവാതിരക്കളി എന്നിവ നടന്നു. ഇന്ന് രാവിലെ ത്രികാല പൂജ, ദീപാരാധന, വാരം ഇരിക്കൽ, ബ്രാഹ്മണ്യമ്മപ്പാട്ട്, തിരുവാതിര ഊട്ട് എന്നിവയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി വിഷ്ണു പ്രസാദ് നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. സംരക്ഷണ സമിതി പ്രസിഡന്റ് KR ഹരിദാസ് മാസ്റ്റർ, സെക്രട്ടറി KA വിജീഷ്, ട്രഷറർ PB സ്മിനീഷ്, രക്ഷാധികാരി CP സൂര്യനാരായണൻ, കോർഡിനേറ്റർ V ബാലകൃഷ്ണൻ, KR ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ നഗരസഭ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന മന്നം ജയന്തി സമ്മേളനം GNSS ഡയറക്ടർ രാമചന്ദ്രൻ പാലേരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പത്മനാഭ പുരസ്കാരം ഡോക്ടർ CR വിനോദ് കുമാറിനും, ജയകൃഷ്ണൻ സ്മാരക വ്യവസായ സംരംഭക പുരസ്കാരം മനോജ് പടിക്കലിനും സമ്മാനിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന നൃത്തകലാകാരി വൈഗ സുഭാഷിനെ ആദരിച്ചു. ജനറൽ സെക്രട്ടറി മധു K നായർ, താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KT ശിവരാമൻ നായർ, ശ്രീധരൻ മാമ്പുഴ, രാധ ശിവരാമൻ നായർ, ബീന രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ വിഭാഗം ജനനിയുടെ നേതൃത്വത്തിൽ വിഷ്ണു സഹസ്രനാമ പാരായണവും അഷ്ടപതിയും ഉണ്ടായിരുന്നു. കരിക്കാട് ഭട്ടിമുറി കരയോഗ മന്ദിരത്തിൽ ചെയർമാൻ C വാസുദേവൻ പതാക ഉയർത്തി മന്നത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രതിജ്ഞയെടുത്തു. കരയോഗ മെമ്പർമാരായ KR ഉണ്ണിക്കുട്ടൻ, C ഗംഗാധരൻ, വനിതാ സമാജ മെമ്പർ രതി നാരായണൻ, കരയോഗം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മധുര വിതരണവും ഉണ്ടായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 12,450 രൂപ, പവന് 99,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 243 രൂപ. ചരമം ഞമനങ്ങാട് വടാശ്ശേരി പരേതനായ പുണ്യമകൻ സുരേന്ദ്രൻ നിര്യാതനായി 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കഭാര്യയും സജിത, ഷീജ, ഷിജിത്ത് എന്നിവർ മക്കളുമാണ്. വയലത്തൂർ നായരങ്ങാടി കൊള്ളന്നൂർ ജോണി മകൻ മോഹൻ നിര്യാതനായി 63 വയസ്സായിരുന്നു. റാബിറ്റ് വെഹിക്കിൾസ് പാർട്ണറായ പരേതൻ വടക്കേക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 8:30 വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ഡെയ്സി ഭാര്യയും ഡയാന, സാനിയൽ, ഡെലീല എന്നിവർ മക്കളുമാണ്. കടപ്പുറം തൊട്ടാപ്പ് അക്ഷയ റോഡിൽ പരേതനായ ചാലിൽ അബ്ദുള്ളക്കുട്ടി ഭാര്യ പാത്തുമോൾ നിര്യാതയായി 80 വയസ്സായിരുന്നു. റസാഖ്, റഷീദ്, മൈമൂന, ഫാത്തിമ എന്നിവർ മക്കളാണ്. ഖബറടക്കം ഉപ്പാപ്പ പള്ളി ഖബർസ്ഥാനിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴ വിവാദം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന കോൺഗ്രസ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഗെയിൽ പാചകവാതക വിതരണ കേന്ദ്രത്തിൽ നിന്നും വാതക ചോർച്ചയെന്ന ആശങ്ക. പ്രതിഷേധവുമായി നാട്ടുകാർ തടിച്ചുകൂടി. പ്രശ്നപരിഹാരത്തിനായി കുന്നംകുളത്ത് അടിയന്തര യോഗം ചേർന്നു. ചൊവ്വന്നൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF-നെ പരാജയപ്പെടുത്താൻ UDF നടത്തിയ വിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിനെതിരെ ജനാധിപത്യ മതേതര വിശ്വാസികളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്ന് CPIM. നാളെ ചൊവ്വന്നൂരിൽ രാഷ്ട്രീയ പ്രചരണ ജാഥ. കുന്നംകുളം നഗരസഭയിലും കാട്ടാക്കമ്പാൽ, ചൂണ്ടൽ പഞ്ചായത്തുകളിലും UDF അവിശുദ്ധ സഖ്യമുണ്ടാക്കിയെന്നും CPM. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.